നമ്മുടെ മീറ്റപ്പിനോടാ മുച്ചിരിനെ എത്ര പേരുള്ള സ്കൂളിലൊക്കെ എടുത്ത് എറിഞ്ഞാണേലും കളിയാക്കിയതാണേലും അല്ലേ? പക്ഷെ അവനൊരു പ്രശ്നം വന്നാ ആരായിരിക്കും എന്റെ കൂടെ നിൽക്കാൻ പോണെ? നമ്മളെ മുമ്പിൽ നമ്മളെ ചെക്കനായാലും തൊടു പറയാ അവന്റെ മുമ്പിലുള്ള കടലിൽ കിടക്കൂല പറയാ ബോഡി ആയിട്ട് ബോണ്ട് അതൊന്നും കിട്ടത്തില്ല സൈപ്പ്. അതിലും ലക്കിയാണ് മനസ്സിലായ. എന്താ പറയുക, നമ്മളെ പറയാനെ കേട്ട് നമ്മളെ കൂടെ ഉള്ളൊരുത്തിനെ പറയുമ്പോ നമ്മള് ട്രിഗർ ആവണ ഒരു സംഭവം ഇല്ലടാ. പിന്നല്ലാണ്ട് കൂടെ ഉള്ളൊരുത്തിനെ മുമ്പ് പറഞ്ഞു മുച്ചിരി ഓൾവേസ് ഡബ്ല്യു ഫ്രെയിം കൂടുന്നുണ്ടല്ലേ ഈ ഫ്രെയിം. അതത്രേ ഉള്ളൂ സൈപ്പ്. ഞാൻ എപ്പ ടീഡിയം കളിക്കാൻ വിളിച്ചാലും ഓടി വരുന്നത് ഇറങ്ങണ മുച്ചിരി. ടീഡിയം പോട്ടളയാ അല്ലെ ട്രക്ക് ഓടിക്കാൻ വരുന്നത്. ഓ ഞാൻ വരാം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എപ്പ തൊട്ട് നമ്മള് ഒരുമിച്ച് യൂസിലുണ്ടാവും. സത്യം അളിയാ എണീറ്റിട്ട് ഉറങ്ങുമ്പോ ഒരുമിച്ചാണ് ആദ്യം പറയാ. ഉറങ്ങാൻ പോകുമ്പോഴാണ് അളിയാൻ പോണ്. ഗുഡ് നൈറ്റ്. സത്യം അളിയാ അറിഞ്ഞില്ല ഉറങ്ങണം പോണതല്ല. എന്താ ഇതിനൊരു ഇരപ്പ് വരുന്നുണ്ട്. ഇപ്പൊ പോയില്ലേ അറിയാ വോൾട്ടിൻ നൈസ് പാട്ടിട്ടാ. അതൊന്ന് മറ്റേ സ്പീക്കർ മാറ്റിട്ട് ഒന്നുകൂടെ സ്പീക്കർ ഇട്ടാ മതി. ഞാൻ ഡൗൺ ആയിരുന്നു ലൈവ് ഇടണ അങ്ങനത്തെ. അപ്പൊ ട്യൂമാരൊക്കെ വന്നിട്ട് നീ എന്തിനാണ് ഇരിക്കണ അപ്പൊ ഇവര് ഇങ്ങനത്തെ ആൾക്കാരിക്കുമ്പോ ഞാനിതിന് സത്യം പറഞ്ഞ ഇവരെ പോലെയുള്ള ആൾക്കാരെന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാ. നമുക്ക് അല്ലേ എടാ നീ എന്ത് പറയാന്നറിയാ ഒന്നുമില്ലല്ലേ എനിക്ക് പറയാൻ ക്രിസ്മസിലൊരു എല്ലാരും ഊന്നിട്ടോ. നമ്മുടെ മുച്ചിരി എന്തൊക്കെ പറഞ്ഞാലും മുത്താടാ അല്ലടാ മുച്ചിരി. അത് ശരിയാണ്. എടാ സൈപ്പേ നമ്മളന്ന് കാണാൻ വന്നപ്പോ മുച്ചിരി ആദ്യം എങ്ങനെയാണോ നമ്മളത് മിണ്ടത്തൂടി ഇല്ല, വാ പോലും പിറക്കൂല. ഓർമ്മയുണ്ടോ സൈപ്പേ? ഓർമ്മയില്ലേ മുച്ചിരി എങ്ങനെയായിരുന്നു ആദ്യം? എന്നിട്ട് നമ്മളെ മുഖമൊക്കെ പൊത്തി വെക്കുന്നതാണോ വന്നിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് അവസാനം പോകാൻ നേരത്തെ എങ്ങനെയാണറിയാ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് തുടങ്ങിയത്. എന്റെ സൈഡിലാണ് എന്റെ മന്ദിരത്തിന്റെ ഇടയില്. രാത്രി ആയപ്പോഴത്തേക്ക് തലയൊക്കെ ഭീമന് അന്ന് കൊറേ വിഷമങ്ങൾ ഉണ്ടായതാ. ഭീമൻ സംസാരിച്ചപ്പോൾ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ അല്ലേ നിന്റെ അടുത്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാരും ഭാഗ്യം വരുന്നല്ലോ. സത്യം പറയാം. ട്രൂ ബ്രോ, വെരി ട്രൂ. കുറുപ്പ് എന്തേലും പറ കുറുപ്പേ. കുറുപ്പ് എന്തൊന്നും മിണ്ടാണ്ട് കുറുപ്പ് എന്തേലൊക്കെ മിണ്ടേ. കുറുപ്പ് എന്തോക്കുമുണ്ട്. ഇൻവെർട്ടറാണ് ഇങ്ങനത്തെ പഴയ ഒരു വൈബ് തിരിച്ചു തന്നില്ലേ തൊട്ട്. ഇങ്ങനത്തെ
സെറ്റ് ചെയ്യാം. മുണ്ടി അങ്ങ് നേരെ എല്ലാരും കൊണ്ട് ലൈവ് എല്ലാരും വരട്ടെ. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാരും സന്തോഷം മനസ്സിലായില്ലേ. എനിക്ക് ഞാൻ ലേറ്റ് നൈറ്റ് നമ്മളെല്ലാം തിരിച്ച് വീട്ടിലേക്ക് വണ്ടി കയറി പോയോ നിർത്തിയത്. പുറത്തൊക്കെ വിഷമോ എന്തായിരുന്നില്ലേ 3 ദിവസം. എനിക്ക് ഇങ്ങനത്തെ ഒരു ഫ്രെയിം വരണം എന്നുണ്ടായിരുന്നു ലേറ്റ് നൈറ്റ് വരുന്നത്. മന്ദാരം നോക്കളിയാ കൈനാടാ പെണ്ണിന്റെ ഒപ്പം ചില്ലിങ് ഇങ്ങോട്ട് ബീച്ചിലോട്ടാ. അളിയ ഞാൻ നോക്കിയപ്പോഴേ അളിയ ഇൻബോൺ സിഗ്മ RP ടൈറ്റിലിട്ടിട്ട് അല്ലെ ഒരു സോങ് ഉണ്ടല്ലേ, ഒരു സോങ് ഉണ്ടല്ലേ. പെണ്ണുപോയാ നീ ഇവിടെ വന്നിരുന്നോ മോബി? ഫ്രണ്ട് വന്നിട്ട് നീ മുച്ചിരിന്റെ ഒപ്പം. പെണ്ണിനെ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അതെ, പെണ്ണിന്റെ മുമ്പിൽ നമുക്ക് അറിയണണ്ട് തന്നെ അവള് തന്നെ എന്ത് ഇവിടെ വന്നിരിക്കടാ. ഞാൻ ഫ്രെയിമിങ് കിട്ടില്ല. മുച്ചിരിന്റെ ഫ്രണ്ട് വാ, മുച്ചിരിന്റെ റൈറ്റ് വാ, അപ്പുറത്തെ സൈഡ് വാടാ. എന്റെ ലേറ്റ് നൈറ്റ് എപ്പോഴും ഉണ്ടായ ഒരു പയ്യനാടാ മോബി. ഇപ്പൊ എന്റെ കൂടെ വരുന്നില്ല അളിയ. വിഷമമുണ്ടല്ലേ നീ എവിടെ വരട്ടെ എന്ന് പോലും ഇതുവരെയായിട്ടും ചോദിക്കില്ല. നേരത്തെ എവിടെ ഉണ്ട് സ്നൈപ്പേ? ഞാൻ എത്തിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മള് ഈ പുതിയ ലൈനപ്പ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ബോണ്ടിങ് ഇല്ലാതെ നമ്മള് ഈ നേരിട്ട് കണ്ട് ഇത്രയും ബോണ്ടിങ് അല്ലേ. നിങ്ങളെ പോലെ കുറച്ച് പേര് ഓരോ പ്രാവശ്യം ഓരോ മീറ്റ് ആയപ്പോഴത്തേക്കും കൂടി വരുന്നു. അങ്ങനെ ഓൾവേസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആദ്യം 3-6 കണ്ടപ്പോ സ്നൈപ്പ് ഓർമ്മയുണ്ടോ? നമ്മളൊന്നും അത് സംസാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അളിയ ഏത് പാട്ടെന്ന് പറഞ്ഞോടല്ലേ ഇടുന്നുണ്ടല്ലേ? എല്ലാരും പറയണോ അളിയ? അല്ലെ ഈ വേണ്ടത് ഞാൻ ഇവിടേക്ക് വിളിച്ച് കയറ്റിക്കോണെന്ന പയ്യനൊന്നും മിണ്ടുന്നില്ല. ഈ കുടുംബത്തിലേക്ക് ഞാൻ അവിടെ വിളിച്ചോണ്ട് വന്നാണല്ലയാ. പക്ഷെ എന്ത് പറഞ്ഞ ഒരു പാവം ഉള്ള കാര്യം പറയാലേ. എന്താ ഭയങ്കര ഡീസന്റ് നോക്കിയ പയ്യനാണ്. കാപ്പിണ്ടല്ലേ ഇതിന്? അവൻ പോയാലയാ മൂവി പോയി. ആളെന്തോ കത്തിയതാ അപ്പളാ വന്നതാ. ഞാൻ ഈ സിറ്റിയിലെ ഏറ്റവും കൂടുതല് ഹാപ്പിയുടെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു. ഇതുവരെ എന്റെ ബർത്ത്ഡേ ഞാൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അന്ന് എല്ലാരും വന്ന് ഓരോ ആൾക്കാര് വിഷ് ചെയ്യണ വീഡിയോ കണ്ടപ്പോഴേ ഒരുപാട് സന്തോഷമായി. ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ഞാൻ തന്നെ കൂടെ ഉണ്ടോടാ സാഹചര്യ. സ്റ്റീവൻ ഇല്ലായിരുന്നല്ലേ? സ്റ്റീവൻ ഇല്ലായിരുന്നു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ അപ്പുറത്തിരിപ്പുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഏതാന്ന് വെച്ചാല് ചെന്നൈ ട്രിപ്പ്. അയ്യോ 3-4 ദിവസം നമ്മൾ ഒരു വിഷമോ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അവിടുന്ന് പോയപ്പോ ഉണ്ടല്ലോ അല്ലെ ആലോചിച്ചല്ലേ എനിക്ക് ഇങ്ങനെ നിന്നാ മതി അങ്ങനെ മനസ്സിലായില്ലേ? എടാ എന്ന് വെച്ചാ നീ ആലോചിക്കണം. ഇപ്പൊ ഞാൻ സ്റ്റീവിനോട് സംസാരിച്ചു. സ്റ്റീവ് പോകുമ്പോ നീലം വരും. നീലൻ എന്റെ അടുത്ത് ഒന്ന് സംസാരിക്കും. കുറച്ചേരം കഴിയുമ്പോ ആ സ്റ്റീവിനൂടെ നീലം വരും. ആ ഫ്രെയിം ഇങ്ങനെ നിറയും. എന്ന് വെച്ചാൽ അവിടുത്തെ സോഫ ഫുള്ള് നിറയും സംസാരിച്ച്. പിന്നെ അവിടെ ചിരിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക്, പാട്ടായി, ഡാൻസ് ആയി. അളിയായി അതാ അളിയത് സത്യം പറഞ്ഞാൽ. അത് നമുക്ക് ഒരിക്കലും ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അനുഭവിച്ചെന്നറിയണം. അതിന് എല്ലാ ക്രെഡിറ്റ് നമ്മുടെ കോച്ചിനാളിയാ. പറയാലോ
കോച്ച് തങ്കം. നമ്മളൊന്ന് പാട്ടെടുത്തിട്ട് ഓർമ്മയില്ലേ? തങ്കം കൊച്ചി എന്താണ് കുട്ടാനെ പ്രശ്നം? വോൾട്ടിന് പാട്ട് സ്വന്തമായിട്ട് കേൾക്കുവാണോ? ഇതിന്റെ നമ്പർ എനിക്ക് നമ്പർ കിട്ടിയോ? അല്ലെ അടുത്ത സോങ് ഇത് നാളെ കൊണ്ടുപോകും. കുഴപ്പമില്ല, ഒരു ദിവസം കഴിക്ക്. 3 ദിവസം കൊണ്ട് മാറ്റി ഇതൊക്കെ. ഒന്നുമില്ല, കുറച്ച് ദിവസം പിടിക്കും. എന്താണ് മന്ദാര ഒരു ഉത്സാഹം? കളിയാ. വോൾട്ടിനെ നിനക്ക് എന്താടാ പറയാനല്ലേ? പറഞ്ഞോളി. എനിക്കെന്നാ പറയാനില്ല, ഞാൻ ആദ്യമായിട്ടല്ലേ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. ഞാൻ എന്റെ RP കാർഡിൽ 5 വർഷം ആയിരം നീട്ടാണ് ഇപ്പൊ. ഞാനും ഇവരോട് ഇങ്ങനെ ആളുണ്ടെന്നറിയാം, ഇപ്പോഴാണ് കാണുന്ന ആളിയാ. ഞാനും നിങ്ങളെല്ലാരും അറിയാം, പക്ഷെ നേരിട്ട് ആരുടെ സംസാരിച്ചില്ല. ആകെ സംസാരിച്ചുള്ള ജുഗുറു മാത്രം. അത് ഞങ്ങള് പണ്ട് അവിടക്കായിരുന്നു. പണ്ട് ഉറക്കാരുന്നവരൊക്കെ അല്ലെങ്കിലും ഒരിക്കലും കൂട്ടായ പിന്നെ അത് ഡെഡ്ലിക്ക് പോകുമ്പോ മാറും. ഇപ്പൊ വന്നപ്പോ ജുഗുറു ഭയങ്കര ഇത് ഷൗട്ട് ഇട്ട് സംസാരിക്കാവോ? ഫീലിംഗ് പിന്നെന്നാ, എനിക്ക് ആകെ ഒരു 3-4-8 പേരേ ഉള്ളൂ ഉമ്മാരായിട്ടാരും. അപ്പൊ അത് എന്തോ ഒരു മാറ്റം പോലെ തോന്നി. നിങ്ങളെല്ലാരും സംസാരിച്ചപ്പോ ഭയങ്കര കണക്ഷൻ പോയി. അറിയത്തില്ല എങ്ങനെ സംഭവം വർക്കായതുകൊണ്ട്. നിങ്ങൾ വന്നു, വിളിച്ചു, ഞാനിവിടെ വന്നിരുന്നു. പിന്നെ ഇങ്ങനെ ഇരിക്കുക, കുറെ നേരം ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അല്ല, നിങ്ങൾ അങ്ങനെയല്ലേ? ചിരിക്കും. എന്തിനാ ചിരിക്കുന്നത് അറിയത്തില്ല, പക്ഷെ ചിരിക്കുക. ഇല്ല, സമയം കൂടുന്നതും അത്ര ഇങ്ങനെ കൂടുന്നുണ്ട്. അതാണ് ഈ ഒരുമിച്ചിരിക്കണതിന്റെ ഇത് വേറെയാടാ മനസ്സിലായില്ല. നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ സമയം പോണത് അറിയത്ത് പോലും ഇല്ല, മനസ്സിലില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കും. നമ്മളെപ്പോ തുടങ്ങിയ 12 മണിക്ക് എന്ത് തുടങ്ങിയത്? ഇപ്പൊ 2:30 അറിഞ്ഞൂരും. 2:30 അറിഞ്ഞിട്ടില്ല ആരും. ഇന്നലെ നമ്മളെ കൂട്ടത്തിൽ എടുത്ത് ഒറ്റക്കായിട്ട് ഇറങ്ങി പോകേണ്ട അവസ്ഥയൊന്ന് ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്തിട്ട് നമ്മുടെ സാവേജിന് ഇങ്ങനെയൊന്നും അല്ലാന്നല്ലേ പണ്ട്. ഇന്നലെ ആരും നീ അറിഞ്ഞില്ലല്ലോടാ, നീ തെറീന്റെ പിറകെല്ലായിരുന്നോടാ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു റേഡിയോയിലാകെ. നീ പിന്നെ മോബി ഉണ്ടായിരുന്നു ഇന്നലെ. നീ എന്നെ വിളിച്ചിനാ? നിങ്ങള് ഓരോ ഇതില് പോവാടാ. നമുക്ക് വേണമെങ്കിൽ പോയി കൂടെ നിക്കാം, പക്ഷെ നമ്മൾ വലിഞ്ഞു കയറി പോകുന്നതായി പോടാ. നിങ്ങള് കപ്പിൾസ് ആയിട്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ വരാനാണല്ലോ. ഇതെല്ലാം പോട്ടോ. ഇന്നലെ ഫോട്ടോ എടുത്തപ്പോ നീ എന്റെ അടുത്ത് മാറിയിക്കാൻ പറഞ്ഞില്ല കളിയാ. എടാ അന്നേരം ഞാൻ പുറത്ത് AFK 1 മണിക്കൂറായിട്ട്. ഫോട്ടോ എടുക്കുന്നല്ലേ മാറിയിക്കാൻ പറഞ്ഞില്ലയാ. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞാൽ അവള് പറഞ്ഞാൽ അത് കളിയാ. ഞാൻ പറഞ്ഞ നിന്നോട് എന്തെങ്കിലൊക്കെ പറയാൻ എന്നറിയാ. നീ പറഞ്ഞാൽ ഒരേപോലെ തന്നെ. അവളോട് നീയാണോ വലുത്? അവളോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് നീ ഒരു സെക്കൻഡ് ആലോചിച്ചില്ലേ എവിടെയാണെ പോലും. ആലോചിച്ചിട്ട് പോലും ഇല്ല. നമ്മളങ്ങനെ നല്ലല്ലേ കാണണ, ഒന്നും കുഴപ്പമില്ലേ? അത് വിട്, കുഴപ്പമില്ലേ? വന്നത് എടാ നിനക്ക് ദോഷമുണ്ട്, നമ്മളൊക്കെ ആരും ഓടി വരത്തുള്ളൂ. നീ അത് വിട്, ഒരു പ്രശ്നമില്ല. ഡെയിലി നമ്മൾ ഒരുമിച്ച് ഇന്നാതി അളിയാ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കളി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളായിട്ടല്ലേ ചെയ്യാൻ.
എല്ലാരും ഒരുമിച്ച് നിന്നാ മതി. അത്ര എല്ലാരും ഒരുമിച്ച് സംസാരിക്കുക. പച്ചങ്ങ് കുറച്ച് നേരം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഓരോ വണ്ടിയിലൊക്കെ ഇങ്ങനെ കറങ്ങി കിടക്കുക. എവിടെ കിട്ടാടാ ആ വൈബ് ഒന്നും കിട്ടൂലടാ. നമ്മള് ഒരേ ഡ്രസ്സൊക്കെ ഇട്ട്, ബോബിക്ക് അറിയാലോ ബോബി നമ്മൾ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കണത്. ഇപ്പൊ നീ ഒന്നും നമ്മുടെ കൂടെ വന്നില്ല ബോബി. അല്ലെ ആ മോബിയെ കാണണമെങ്കിൽ ഇപ്പൊ ഡെയ്സിനോട് അതെ ബോബി, ചോദിക്കണ്ടേ. പണ്ട് ബ്രോക്കറിന്റെ ഡ്രസ്സല്ലേ നെടുമ്പള്ളി എന്നൊക്കെ പറഞ്ഞു നീയായിരുന്നല്ലേ. നീ പോലും ഇല്ല ഇപ്പൊ. സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ രാത്രി മാത്രമേ ഉള്ളൂ. നമ്മളും ഉണ്ടോ രാത്രി, ഞാനും ഉണ്ടായിരുന്നു രാത്രി. നീ പണ്ട് എന്നെ വിളിക്ക് സ്നൈപ്പ് എവിടെയുണ്ടെന്ന്. ഇന്നലെ നിന്റെ കൂടെ ആരായിരുന്നു? ആര്? ഞാൻ അങ്ങോട്ട് വന്നേടാ. നീ അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ മോബി. ഇന്നലെ ഒരു ദിവസത്തെ കണക്കാണോ പറയുന്നേ? ഇല്ല, ഞാനാണ് എപ്പോഴും ചോദിക്കുന്നളിയാ മോബി എവിടെയെന്ന്. എടാ നമ്മളെല്ലാരും ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു ഗ്യാങ് പോലും വരത്തില്ലടാ നമ്മളോട് സിറ്റുവേഷൻ എടുക്കാൻ. പിന്നെ നമ്മൾ ഈ പറയണ പോലെ പള്ളി പിടിക്കാൻ വേണ്ടി നടക്കാൻ പോലും വ്യൂവേഴ്സ് പോലും പറയത്തില്ല, മനസ്സിലായില്ലേ? കാര്യം നമ്മൾ ആ വൈബായിരിക്കും നമ്മളെല്ലാരും. പക്ഷെ നമ്മൾ ഒരുമിച്ചാവുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്ന് സൈപ്പേ ഈ കഴിഞ്ഞ 1 മണിക്കൂർ നമ്മളിങ്ങനെ ബീച്ചിൽ സംസാരിക്കുന്നതാ. ഏവനും ഒരുത്തം പറഞ്ഞ ഒരു വള്ളി പിടിയെന്ന് പറഞ്ഞ നീ പറയാളിയാ. എടാ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഈ കാണുന്നവർക്ക് ആ ഒരു സിങ്ക് വരും, മനസ്സിലായ? അവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു നന്മനെ പറ്റിയ മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരാളും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടടാ. അതെ അറിയാ, ഒറ്റപ്പെട്ടു പോയവര്. വേറെ ഒന്നുമില്ല അളിയാ. നിങ്ങള് പെണ്ണിന്റെ കൂടെ എല്ലാരും കറങ്ങിക്കൊള്ളിയാ. നമ്മള് കുറച്ചുപേരൊക്കെ അധികം റേഡിയോ വരുമ്പോ എല്ലാരും ഒരുമിച്ച് നടാം. നമ്മള് ഒരുമിച്ചിരിക്കണ വൈബ് വേറെ എവിടെയും കിട്ടത്തില്ല, മനസ്സിലില്ലേ? ഇപ്പോഴൊക്കെ റേഡിയോയിലൊക്കെ ഒരു കാര്യം ചോദിച്ചാൽ ആരും മൈൻഡ് പോലും ആക്കാറില്ല. 2-3 തവണ ചോദിക്കണം എവിടെ നിക്കണില്ല, എന്തോ പരിപാടി. ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാ മതിടാ. നമുക്ക് നമ്മളെന്നല്ല എടാ സ്വൈപ്പ് കളിയാ. നമ്മുടെ പയ്യന്മാരെല്ലാരും ഒരുമിച്ചിരിക്കുമ്പോ നമ്മുടെ അടുത്ത് ഒന്ന് റോങ് ആയിട്ടോ നമ്മുടെ അടുത്ത് ഒന്ന് മുടയായിട്ടോ സംസാരിക്കാൻ ചങ്കുറപ്പുള്ള ആടാണോ ഉള്ളത് സിറ്റിയില്? എടാ ഞാൻ നിന്റെ അടുത്ത് കാര്യം നമ്മ ഒരുമിച്ചിരിക്കുക. അപ്പൊ LSTന്റെ അടുത്ത് വന്നിട്ട് ഒരുത്തർ റോങ് ആവുക. എടാ എന്താടാന്ന് ചോദിച്ചാൽ പോലും അവൻ അവിടെ അടിയാണ്, മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴുള്ള വൈബ്, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഗ്യാങ്ങിലുള്ളവർ മാത്രമല്ലല്ലേ, നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ ഈ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നോടാ വോൾട്ടാണെ പോലും ഈ കൂട്ടത്തിലേക്ക് ഒരുത്തം വന്നിട്ട് വോൾട്ടേജ് പറഞ്ഞു നമ്മൾ ചുമ്മാ ഇരിക്കും തോന്നണ്ട സൈറ്റ്. അതെങ്ങനെയാണോ നമ്മള് കൂടെ ഉള്ള പൈമാരെ പോലെ തന്നെ കാണുന്നത്, മനസ്സിലായില്ലേ? കൂടെ ഉള്ളവരെ അതിന് ഇന്ന ഗ്യാങ് ഒന്നും ഇല്ല. TV KV അങ്ങനൊന്നും ഇല്ല. നമ്മുടെ കൂടെ ഇരിക്കുന്ന പൈമാർ നമ്മളെ പൈമാരാ, മനസ്സിലായ? ഇവിടെ ഒന്നും ഒരുത്തിനെ ചൊറിഞ്ഞോട്ടെ ഈ കൂട്ടത്തിലുള്ള ഫാമിലി അളിയാ. ബ്രദേഴ്സ് ബ്രദേഴ്സ് പ്രയോറിറ്റി ഒരിക്കലും മാറാൻ പാടില്ല സ്നൈപ്പ്. ഏത് പെണ്ണ് വന്നാലും ഏത് ആര് വന്നാലും at the end of the day, ഇവളുമാര് കളന്റ് പോകും എന്നല്ല ഞാൻ പറയുന്നത്. കളന്റ് പോയാൽ പോലും നമുക്ക് കെട്ടിപ്പിടിച്ചിന്ന് കരയായി ചേട്ടന്മാരെമാരെ കാണത്തുള്ളയാ. മോബി ഒന്ന് ചെറുതായിട്ട് പോയി കേട്ടോടാ. പോയോ?
അവെന്തോ കോള് വിളിച്ചാ എല്ലാരും പേരോടാ അതാ അങ്ങനെ അല്ലല്ലേ മന്ദാരം. നമുക്കിപ്പോ ഒരു ചൊറിയായോ വള്ളിയായോ എല്ലാരും വരും. നമുക്കറിയാം ഇവിടെ ഒരു 15 വരും. അങ്ങനെ അല്ലല്ലേ മന്ദാരം. അതല്ല ലേറ്റ് നൈറ്റ് ഞാൻ വരാത്ത എനിക്ക് ആരും വരുന്നില്ല. ഞാൻ സവൈജിന്റെ അടുത്ത് എപ്പോഴും പറയണ എടാ പണ്ടത്തെ പോലെ ആരും ഇല്ലടാ സംസാരിക്കാൻ പോലും. എടാ എനിക്ക് ബാക്കിയുള്ളവരായിട്ട് ഇതാക്കടാ. എനിക്ക് പക്ഷെ കൂടെ ഉള്ളവന്മാരുടെ ഒരു വൈബ് വേറെ ഇല്ലടാ. മനസ്സിലായില്ലേ? ഇപ്പൊ സ്റ്റീവ് നിങ്ങളൊക്കെ പെണ്ണുങ്ങളെ ഒഴിവാക്കിയിട്ട് പൈമാർക്ക് പ്രൈവറ്റ് കൂടെ എന്നല്ലേ പറയണത്. എടാ ഞാൻ കൂടെയുള്ള പൈമാർക്ക് ഒറ്റപ്പെട്ട തോന്നിക്കളെ. കയറി വന്നു. നമ്മൾ നടക്കണാണ്ട് വൈബായിട്ടല്ലേ നീ കയറി വന്നത്? അല്ലേടാ മെറ്റടിച്ച് നീ കയറി വന്നത്? അവനൊക്കെ ഇരുന്ന് കരഞ്ഞ് മെഴുകുക. പഴയ കാലം മിസ് ചെയ്യുന്നു. അത് ശരിയാണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ എല്ലാത്തിനും ഒറ്റ സൈഡിൽ കൂടെ പോകും. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും മെറ്റാന്ന് പറയുകയാ. പക്ഷെ നിങ്ങൾ ആരും ഓർക്കാതെ കാരണം ഒറ്റക്കാളിയാ പോകുന്നത്. മനസ്സിലായ? നമ്മളൊക്കെ നിൽക്കും. നമ്മളൊക്കെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചാണേലും ചുമ്മാ ഓടിയാണേലും ഒറ്റയ്ക്ക് പോവാ. അവനെ മൈൻഡാക്കാത്ത ആൾക്കാരും ഉണ്ട് നമ്മളെ കൂട്ടത്തില്. പഴയ എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അവൻ എങ്ങനെ ഫീൽ ആവും നമ്മൾ ആരും ഓർത്തിട്ടുള്ളവരെ എല്ലാരും ഒരുമിച്ചിരിക്കുന്നു. മനസ്സിലല്ലേ? അതാണ് ഇങ്ങനെ വിളിച്ചിരുത്തി മുമ്പ് നിന്ന് ഒരു പെഗ്ഗൊക്കെ വെച്ചെടുത്ത് സംസാരിച്ചു തുടങ്ങിയാൽ എല്ലാം അറിയാൻ പറ്റും. വിഷമമല്ല മൂസ. അയ്യോ പുള്ളി നിറയെ പുറത്ത് വന്നു. എന്റെ ചെമ്മ് മൂസ കാരണമാണ് ഞാൻ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരെ മിസ് ചെയ്യുന്നത്. അല്ലെ ഇപ്പൊ ഈ ഫ്രെയിമില് മെയിൻ ആയിട്ട് മിസ് ചെയ്യണത് നീ ഒന്ന് ആലോചിച്ച്. അമ്പത്തൂര് അളിയാ സത്യം. ഈ ടൈമില് അവനുണ്ടാവും ഈ ടൈമില് സംസാരിക്കാൻ. അവനെ മിസ് ചെയ്യുന്നില്ല. ചോലം വന്ന ചേച്ചില്ലേ? അവനവിടെ ഇല്ലെങ്കിൽ പോലും അവൻ ഗ്യാങ്ങിന് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ടാ. സത്യം അളിയാ. ഓടിയോടും ചെയ്യുന്നുണ്ട് അവയെല്ലാം. വണ്ടിയാണേലും അതൊരു ചെമ്മാ പാമ്പു എന്ന് പറഞ്ഞ കൊല്ലാലോചിച്ചോക്കാം. അങ്ങനെ അവൻ എല്ലാ കാര്യത്തിനും ഇങ്ങനെ നിന്നിട്ടും അവനെ ഇപ്പൊ ഒരു വാറിലെ പെട്ടിലേ പോലും അവൻ എവിടെയെങ്കിലും വിഷമം പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഓ ജയിച്ചിട്ട് വാളയല്ലോ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ബാഡായിട്ട് പറയണോ അടിച്ചിട്ട് വാടാ അല്ലെ ജയിച്ചിട്ട് വാളയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളൂ അവന് SRK ആ വൈബ് ഒന്ന് പറഞ്ഞു. ഞാനൊക്കെ കെവിനും കുറച്ചാള് അമ്പത്തൂരിന്റെ അവിടെ ഒരുമിച്ചായിരുന്നു. വേറൊരു വൈബാണത്. ആ വൈബൊക്കെ സത്യം. നമ്മുടെ കെവിൻ അളിയാ ഫുഡ് ആൻഡ് വാട്ടർ. അവിടെ എല്ലാ വാറിലും പോയി മച്ചാൻ്റെ കോളുണ്ട്. എല്ലാരും ഫുഡ് വെള്ളം കഴിക്കണേ. ഫുഡും വെള്ളം കഴിച്ചിലാണ്. ആലോചിച്ചോട്ടെ സൈബ്, നമ്മള് പയ്യന്മാരൊക്കെ ഇത്രയും സംസാരിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് എത്ര നാളാടാ സത്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലേറ്റ് നൈറ്റ് വരാത്തത് എനിക്കിപ്പോ ഒരു വൈബില്ല. അപ്പൊ നമുക്ക് 800 പേര് നൈറ്റ് 2:30ക്ക്. എനിക്കും ഇതാ വേണ്ടത്, നിങ്ങൾക്ക് ഇതാ വേണ്ടത്. മനസ്സിലായില്ലേ? SRK മനസ്സിലായില്ലേ? ഇന്നലെയും കൂടെ പരിപാടി എല്ലാരോടൊക്കെ സംസാരിച്ച് എല്ലാരും ഒരുമിച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് ലൈവ് അപ്പൊ എന്നിട്ട് പോലും ക്രിസ്മസ് എന്തോടാ പരിപാടി നമുക്കൊക്കെ ഒന്ന് കൂടിയാലോ എന്ന് വെച്ച് വിളിച്ചാന്ന് പറയാനാ. ആരടാ? കെവിനാടാ കെവിൻ. എന്നെയും വിളിച്ചായിരുന്നു അണ്ണന്റെ അങ്ങോട്ടൊക്കെ കിട്ടാലെന്ന് പറഞ്ഞു. ഈ കൊലവണ്ടി തൂങ്ങി അവൻ 24 അവൻ ഇട്ടത് ആരും അറിഞ്ഞില്ല. ഞാനും ഒത്തിരി അറ്റത്തായി പോയടാ. അതൊക്കെ ഒരു കാര്യമാവണം എന്തായാലും. ഞാൻ വിളിച്ച ഓർമ്മയില്ലേ? രാത്രി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറ, ഇറങ്ങാം. ഓ ഒരു 3 മണിയാകുമ്പോ ഭീമന്റെ കോൾഡ്രാ സൈപ്പേ ചായ അടിക്കാൻ പോയ ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചോണ്ട് ബാലനെ മറന്നു വന്നു. ബാലനൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ അല്ലേ ഇനി? പറയാനൊന്നുമില്ല. അവനിനി എന്തിനു പറയാൻ? അവന് ഏതേലും ഉണ്ടാവും. ഒരു സമയത്തളിയാ ഞാൻ ബാലൻ പപ്പു അയ്യോ എന്നും രാത്രിയാടാ
ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ട് ഇവിടെ എന്തോ പരിപാടി അല്ലെ ഉറക്കാൻ വരുന്നില്ല എന്നാ ചായ അടിക്കാൻ പോ. ഇതായിരുന്നു അറിയാ പിന്നേക്ക് രാത്രി പെൺപിള്ളേരൊക്കെ വിളിക്കോളിയാ. ഏതോ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നത്. എടാ ഒരു കാര്യം ഉണ്ടോ സൈപ്പേ? എടാ ഈ കുറച്ചാള് മുന്നേ ഒരു 4-5 ദിവസം മുന്നേ പപ്പുവിന്റെ ബർത്ത്ഡേ ആയിരുന്നടാ സൈപ്പേ. ഞാൻ അവനെ പറഞ്ഞു വെച്ചിരിക്കുന്നേ എനിക്കത് വിളിക്കാൻ പേടിയാട്ടോ. അവൻ എന്തേലും എന്റെ അടുത്ത് ബ്ലാഡുണ്ടോ ഒന്നും എനിക്ക് അറിയത്തില്ല. അണ്ണ ഫസ്റ്റ് പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നു. വൈകട്ടെ മാത്രമല്ല ബോണ്ട് എനിക്ക് വേണ്ട ഒരിക്കലും ഫുള്ളാവില്ല സൈപ്പേ, ഒരിക്കലും കംപ്ലീറ്റ് ആവത്തില്ല. ഇൻകംപ്ലീറ്റ് തന്നെ നിൽക്കണം. രണ്ടാമത്തെ കറക്റ്റ് പാട്ടാ. എടാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ, നീ, മന്ദാരം, സാവേജ്, ഉച്ചിരി, വോൾട്ട്, എൽഎസ്, ടീമൻ, ഇതിൽ വരാനുള്ള നീലൻ, ബാലൻ, അമ്പത്തൂര്, നമ്മുടെ പിള്ളേരെ സെറ്റ് ഇല്ലടാ. പിള്ളേരെ സെറ്റ് അണ്ണനൊക്കെ നമ്മുടെ എപ്പോ വിളിച്ചാലും കൂടെ വരുവാടാ. നമ്മുടെ പിള്ളേരെ സെറ്റ് വേണോടാ, മനസ്സിലായില്ലേ? സൈപ്പേ ന്യൂ ഇയറിന് നമ്മള് പ്രത്യേകിച്ച് ഒരു പരിപാടി പോസ്റ്റ് ആയിരുന്നു. നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകാന്ന് ഇങ്ങനെ പ്ലാൻ വന്നപ്പോ തന്നെ നമ്മൾ ചുമ്മാ അണ്ണനെന്ന് ചോദിച്ചു, അണ്ണ ഇങ്ങനെ നമ്മൾ 4 പയ്യന്മാർ ഇങ്ങനെ ഒരു പണിയില്ലാണ്ടിരിക്കുക, നമുക്ക് നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട്, അണ്ണൻ കൂടെ വരുന്നോന്ന് ചോദിച്ചു. അണ്ണ എന്തോടാ പറഞ്ഞത്? നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം പയ്യന്മാരെ പറഞ്ഞത്. സത്യോളിയാ അണ്ണ, നമുക്ക് ചുമ്മാ വാഗമൻ പോയി കൊട വിട്ടാലാ അണ്ണാന്ന് വിചാരിച്ച പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി വിടാന്ന്. എല്ലാരും വിടാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. എത്ര നാളെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോയിരുന്നല്ലേ അണ്ണൻ പറഞ്ഞത്. അല്ലേ നമ്മള് എനിക്ക് ഇത്രേ ഉള്ളു. നമ്മള് തമ്മില് എല്ലാരും ഇപ്പൊ പറയണ്ട് നമ്മള് തമ്മിൽ എന്തിലൊക്കെ പ്രശ്നമെന്ന്. നമ്മളാവത്തില്ലല്ലേ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംസാരിച്ചിരിക്കണം. അതാണ് അതിന്റെ ഒരു വലിയ കാര്യം, മനസ്സിലായില്ലേ? എന്തുണ്ടായാലും സംസാരിച്ചാൽ തീർന്നുള്ളൂ. അത് പോരെ കളിയാ. ഇവേ ഓ ഓരോ മീറ്റ് പോയും നമ്മൾ അടുത്തടുത്ത് ഈ കൊടയും മീറ്റർ ആലോചിച്ച് നോക്കിയേ. ചോടാ ഡീമണൊക്കെ ഞാൻ ആദ്യമായിട്ടാ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണേ. ഞാൻ എടുത്ത് പൂളിൽ എറിഞ്ഞവനെ, എന്നിട്ട് അവൻ എന്തെങ്കിലും വേറെന്തോ ഇല്ല. രാത്രി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ലടാ. ട്രിവാൻഡ്രത്ത് നമ്മൾ രണ്ടും കൂടെ വന്ന ഓർമ്മയില്ല, ഒറ്റ മൈൻഡ് ആയിട്ട്. നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ ടീമിന് മാത്രം ട്രിവാൻഡ്രത്ത്, നിങ്ങളെല്ലാം കൊച്ചിന്ന് ട്രെയിൻ കയറുന്നത്. നീ പറഞ്ഞ് എടാ നിങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങോട്ടേക്ക് നമുക്ക് ഒരുമിച്ച് പോകാന്ന്. നമ്മൾ വന്നില്ലടാ അങ്ങോട്ട്. വന്നല്ലേ, എന്നിട്ട് നമ്മള് പോയതോ ഒരുമിച്ച്. പിന്നല്ലാണ്ട് ഒരു വൈബല്ലായിരുന്നു. ഇത്രയും ട്രെയിനിൽ ആലോചിക്കടാ. അതെ, ഒരേ നമ്മൾ രണ്ടും പോസ്റ്റ് ആവണ്ട, പക്ഷെ നമ്മൾ രണ്ടും എന്തൊക്കെ ഇങ്ങനെ കൊടയടിച്ച് ഉമ്മ വന്നയാ. നല്ല വൈബല്ലായിരുന്നു അത്. അതെ, ഉറക്കം തൂങ്ങിയില്ല. ഞാനാ വണ്ടി കയറി ഒരു ഓളെ കണ്ണടച്ചിട്ടില്ല ട്രെയിനിൽ. ഓർമ്മയുണ്ടാവും നമ്മൾ എപ്പോഴും ഇറങ്ങിയെന്ന്. എല്ലാവരും ഉറക്കം പോയിരിക്കുവായിരുന്നു. സംസാരിച്ച് സമയം ആർക്കില്ല ഓർമ്മ വേണ്ട. ഇന്ത്യക്ക് സിറ്റാരെ കയറുന്നുള്ളൂ. പക്ഷെ അവൻ മനസ്സിലായില്ലേ? കുറച്ചാള് കഴിഞ്ഞാൽ വരുവോളാ സൈപ്പേ. അവളുടെ വഴിയിൽ പോകേണ്ടി വരും. ഇപ്പൊ അമ്പ് പോയ പോലെ കിണ്ടി പോവാൻ നിക്കണോളിയാ. അതുപോലെ നമ്മള് പലവർക്ക് പോകണം ഒരു സമയമാകുമ്പോ. അത് ശരിയല്ലേ, നമ്മള് ഓരോരുത്തരായിട്ട് പോകില്ലേ. ജീവിതം അങ്ങനെ അല്ലേ കളിയാ. ഒരു സമയമാകുമ്പോ എല്ലാരെയും പലവർക്ക് പറഞ്ഞു വിടുവല്ലോടാ. നമ്മളിപ്പോ സ്ഥിരം കാണുന്നതാ. വന്ന് നമ്മളിപ്പോ ആ മാസത്തിൽ ഒരിക്കലും കാണാൻ പോണോ, അല്ല വർഷത്തിൽ ഒരിക്കൽ. അളിയാ അങ്ങനെ ഇതാക്കണ്ടല്ലിയാ. ഞാൻ തിങ്ക് ചെയ്യുവളിയാ നമ്മള് പോയുള്ള ഇത്. അത് വേണ്ടല്ലേ, അത് വിടളിയാ. പക്ഷെ അളിയ നമ്മളുള്ള ഗുണം എന്താന്നറിയാളിയാ സ്റ്റീവേ? ഇപ്പൊ ഞാൻ നിന്നോട് എടാ സ്റ്റീവേ അത് തെറ്റാണ് വേണ്ടെന്ന് പറഞ്ഞാ നീ അത് പിന്നെ ചെയ്യില്ലടാ. ഞാൻ അത് വിട്ടു, നിനക്കറിയാലോ. എടാ അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇല്ല. മനസ്സിലായില്ല? നമ്മള് മീറ്റപ്പിനും കൂടി എല്ലാരും എങ്ങനെ തന്നെയാണ്, മനസ്സിലായില്ലേ? എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ടോ മനസ്സിലായി? ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കൂല, അങ്ങനെയൊന്നും അല്ല. അവരവൻ പറയും, എല്ലാം പറയും.
പക്ഷെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പം ആ ഇതിൽ എടുക്കൂടാ എല്ലാരും, മനസ്സിലായില്ലേ? വേറെ ഒരിക്കലും ആവത്തില്ല. ഇപ്പൊ ഡീമൺ എന്നെ അങ്ങോട്ടും പ്രായം കുറവാ, ഇവിടെ അവനത്തെ ഒരു കാര്യം എന്ന് പറയാം, ശിവ തെറ്റാ പറഞ്ഞാൽ ഞാൻ ഇത് എടുക്കും, മനസ്സിലായില്ലേ? ഒരുത്തന് ഈഗോ ഇല്ലണ സത്യം പറഞ്ഞ, ഒരുത്തനും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ. ഞാൻ നിന്നോട് പറഞ്ഞൊരു കേൾക്കുന്നുണ്ട്, ഈഗോ അതില്ലല്ലേ. അത് എടാ ഈഗോ എനിമിയാണ് ഒരു സത്യം പറഞ്ഞ. ഈഗോ ആണ് പ്രശ്നമാണ്. ഈഗോ നമുക്ക് തമ്മിൽ ഇപ്പൊ ഇല്ലല്ലേ. പക്ഷെ ബാക്കിയുള്ള എല്ലാ അതിനോട് നമുക്ക് ഈഗോ കളിയാ. നമുക്ക് ബാക്കി എല്ലാം കൊണ്ടാളി. കേവിയ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സത്യം. ബാക്കിയുള്ളവരെയൊക്കെ സത്യം പറഞ്ഞ റിയൽ ഫേസ് ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ അളിയാ, എങ്ങനെ വരും അറിയാം അല്ലേ വന്നാരോ. ഇത് നമ്മള് ശരിക്കും അങ്ങോട്ട് അനുഭവിച്ച് ഇല്ലടാ ടൈമാവൂടാ. നമ്മുടെ പിള്ളേരില്ലടാ ചോദിക്കും. അല്ലെ എനിക്ക് സിറ്റിയിലൊന്നും ഇപ്പൊ ആരെ തല്ലണേലും എനിക്കൊരു പേടിയില്ല. കാര്യം നമ്മളുണ്ടായിരുന്നു, നമ്മുടെ പിള്ളേരുണ്ടടിക്കാൻ. നമ്മള് ആലോചിച്ച് പറ, നമ്മളിപ്പോ സിറ്റിയിൽ നിൽക്കുന്ന റേഡിയോയിലൊന്നും ഇല്ല, നമുക്കൊരു ചുറി വന്നടാ, നമ്മളെ ചുമ്മാ ചൊറിഞ്ഞ് നമ്മളെ വണ്ടി ചേസ് ചെയ്യണ്, നമ്മൾ റേഡിയോ കയറി, റേഡിയോക്കകത്ത് വേറെ ഒരു പയ്യനേ ഉള്ളൂ, അത് തന്നെ ഒരു ധൈര്യമാണ് അല്ലടാ സ്നൈപ്പേ. ഓ അതൊരു വിശ്വാസമാണടാ. ഇപ്പൊ അത് അല്ല സ്റ്റീവ്, ഒരു മെസ്സേജ് ഇട്ടാ ഇതാ വള്ളി എന്ന് പറഞ്ഞത് എത്ര എണ്ണം കയറി വരും സ്റ്റീവ്? ഒരു മെസ്സേജ്. താങ്ക് യു ഫോർ ദി 5 മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. ഇത്രേ ഉള്ളൂ. ഈ ഗെയിമിൽ നമ്മൾ പുതിയ ലൈനപ്പ്, പഴയ ലൈനപ്പ്, പുതിയ വരാൻ പോകുന്ന ലൈനപ്പ്, അതൊക്കെ അങ്ങനെ ലൈനപ്പ് പുതിയ സിംഗ് ഇല്ലായ്മ അതൊക്കെ പറഞ്ഞ ആ ടോക്ക് ഉണ്ട്, അതൊക്കെ ഒരു മിത്ത വിശ്വാസം. എല്ലാം കളിച്ച് ടീം സിങ്ക് ആയി. അവര് കുറെ വാറ് കളിച്ച് അവര് ടീം സിങ്ക് ആയി, അങ്ങനെയല്ല, ഒരിക്കലും അല്ല. അവരെ പ്ലേയേഴ്സ് തമ്മിലുള്ള വിശ്വാസം, ഞാൻ ഇവിടെ കുത്തി എന്റെ കൂടെ അവൻ കുത്തി എനിക്ക് ബാക്കപ്പ് കളിക്കും. ഞാൻ നിന്റെ അടുത്ത് ഒരു സിമ്പിൾ ആയിട്ട്, നീലൻ എന്റെ അടുത്ത് മീറ്റപ്പിന് വെച്ചൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ അവന് കുത്തി കളിക്കാൻ പേടിയായിരുന്നു, പക്ഷെ അവൻ ഇപ്പൊ കുത്തി കളിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൂടെ കുത്തുന്ന അവന് ഉറപ്പുണ്ട്. അല്ലയാ ഡെസ്ട്രോ എവിടെ അല്ലയാ? കത്തിയോ ഞാൻ? ഡെസ്ട്രോ എവിടെ അല്ലയാ? ഡെസ്ട്രോ ഓർമ്മ ഉണ്ടാണ് നമ്മുടെ അന്ന് ഒന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവനങ്ങ് വളർബിൾ ആയിപ്പോയി, വിഷമമൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ? പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാരും എന്നപ്പോ അവന് ഇത്ര ഹാപ്പി ആയിട്ട് അവൻ ഇരുന്നിട്ടില്ല, ഓർമ്മയുണ്ട? അന്ന് മന്ദാരം നമ്മൾ ധോണി പോയിരുന്ന ഓർമ്മയുണ്ട്, രാത്രി ചെന്നൈയിൽ വെച്ച് ഡെസ്ട്രോക്ക് ആയിട്ട്. അന്ന് ഡെസ്ട്രോ പറഞ്ഞു ഡെസ്ട്രോ ഇത്രയും ചിരിച്ചല്ലെങ്കിൽ ഹാപ്പി ചെയ്ത് നമ്മളോട് ഇപ്പൊ ആദ്യമായിട്ട് ചെന്നൈ വന്നു. പണ്ട് ടി വി ഒക്കെ സിറ്റുവേഷൻ ടൈമിലൊക്കെ ഫൈറ്റ് ഇടയ്ക്ക് വെച്ചിട്ട് നീലനെ കൊന്നിട്ട് നീലന്റെ ബോഡിയൊക്കെ എടുത്തോണ്ട് ഞാൻ നീലന്റെ കളച്ചിട്ട് കൊണ്ടറാ എന്നിട്ടാണെ പോലും അന്ന് ചെന്നൈയിൽ വെച്ചിട്ട് എല്ലാരും ഉറങ്ങിയാ സൈപ്പേ. എനിക്ക് ഉറക്കമില്ലായിരുന്നു, ഞാൻ മറ്റേ പൂളിന്റെ അവിടെ പോയി ഇരിക്കുന്നറാ, ഇവിടെ നീലം വന്നറാ ഉറക്കമില്ലാണ്ടിട്ട്. എന്ത് പറ്റിയെന്നല്ലേ ഞാൻ നല്ല ഉറക്കം വരുന്ന ഭയങ്കര ശോകം. അടിക്കാൻ വിളിച്ചോണ്ട് സൈപ്പേ. അന്ന് പിന്നെ ബീച്ചിൽ പോയതൊക്കെ ഓർമ്മയില്ല ഞാൻ അവന്മാരൊക്കെ LX. അളിയാ എനിക്ക് ഇതിനെ നിനക്കാ അങ്ങനെ ഇരുന്നില്ലേ ഇപ്പോഴോ? രണ്ട് പാട് ഒരുമിച്ച് പ്ലേ അല്ലേ? ഒരേ ബെഡില് പിണഞ്ഞടന്നത് തന്നെ എന്റെ ബാക്കിയുള്ളവര് പറയും. പാട്ട് ഇതിനു മുമ്പ് പാടുള്ളായിരുന്നല്ലോ. ബോബ് അല്ല, ബോബ് എന്ന് പറയണത് കുഴപ്പമില്ല. ഞാൻ ബോബായിട്ട് കുറച്ചാള് നിന്നോണ്ട് പറയുക, ബോബിനെ പോലത്തെ ഫ്രണ്ടിനെ കിട്ടാൻ സത്യം പറഞ്ഞ നിങ്ങള് ഭയങ്കരമായിട്ട് വൈകുന്നതാണ്. അവനൊക്കെ ജെമ്മാണ് സത്യം പറഞ്ഞ, മനസ്സിലായില്ലേ? ഇതെന്ന് പറഞ്ഞാലേ ഇടയ്ക്ക് വേറെ പാട്ടിട്ടാണല്ലോ, അതിട്ടോ. നമുക്ക് വേറൊരു ചെമ്പിളിയാ ഓരോരുത്തരടുത്ത് പറയണേ, ഓരോരുത്തരും ജമ്മാണ്. നീ എന്ത് പറയുന്നത്? ജമ്മല്ലാത്ത പറഞ്ഞേ. അതെ അതെ, പക്ഷെ എല്ലാരും ഒരുമിച്ചുണ്ടായ കണ്ടാതി കളി, എനിക്ക് അതാണ് വേണ്ടത്. എല്ലാരും ജമ്മ കളിയാണ്.
നീ ആലോചിച്ച് നോക്കണം, നമ്മൾ ഇത്ര നേരം ബീച്ചിരിക്കുന്ന ഏവനെല്ലാം ബോറടിക്കുന്നുണ്ടാ? സത്യം. We are lucky. നമ്മള് ഭാഗ്യം ചെയ്തു വരാം. പിന്നല്ല നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ കാര്യം ചെയ്തിട്ടുണ്ടാ ഇത്രയൊക്കെ ലക്കി ആവാൻ. സായിപ്പേ പിന്നെ വേറൊരാളെ മിസ് ചെയ്യണടാ. നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ ഇല്ലെങ്കിലും പുറത്ത് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ളൊരു പയ്യൻ, നമ്മുടെ ബോബ്. അളിയാ മച്ചു കളിയാ, ഞാൻ അവനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞില്ല. അവനും കൊണ്ടാ നീ ആലോചിച്ച് നോക്കിയാണ് ഇതിനകത്ത് എങ്ങനെയായിരുന്നു വൈബ്. സിറ്റിയിൽ ഒന്നുമില്ല, ബോർഡ് ശരിക്കും ഒരു വണ്ടി എടുത്ത് ബോബിനേക്ക് വിളിച്ചോണ്ട് കറങ്ങാൻ പോയാൽ തന്നെ നമ്മുടെ മൈൻഡൊക്കെ മാറുകളിയാ, എൻഗേജ്ഡ് ആവും. കണ്ണാപ്പി ആണേലും ബോബോയ് ആണേലും എല്ലാരും ചെമ്പ് മനസ്സിലായില്ലേ, എല്ലാരും ഒരുമിച്ചുണ്ടായതിടാ. ഞാൻ പറഞ്ഞു ഞാനാണ് ജമ്മല്ലാത്തേ. എല്ലാ ഗാഗിലും ലീഡർ, കോ ലീഡർ, മെമ്പർ, ആര് ഹയറൊക്കെ ഉണ്ടാ. ഇവിടെ ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയണ. പക്ഷെ നീ ആലോചിച്ച് നോക്കടാ, നമ്മുടെ അടുത്ത് വാസണ്ണാണേലും അപ്പാപ്പനാണേലും ചന്ദനാണേലും ആ ഒരു ടീംസ് ഉണ്ടല്ലോ, അറിയാല ഇച്ചിരി ഇച്ചിരി വലിയ ആൾക്കാർ, മുതിർന്ന ആൾക്കാര് നമ്മൾക്ക് എങ്ങനെയാ സംസാരിക്കുന്ന അറിയാ. നമുക്ക് തരുന്ന ഫ്രീഡം നീ ആലോചിച്ച് നോക്കിയ എന്ത് മാത്രമാണെന്ന്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല ജുഗുറു, പക്ഷെ ജുഗുറുവിനൊന്നും ആലോചിച്ചു നമ്മൾ എന്തൊക്കെ കളിയാക്കി പൂളിലെടുത്തെറിഞ്ഞ്. പക്ഷെ ജുഗുറു നമ്മളടുത്ത് നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നീ മിണ്ടോളിയാ, നിനക്ക് ഇന്നലെ വിഷമമായിട്ട് നീ പോയതാ, നീ ഇന്ന് സംസാരിക്കണം. നേരെ ഞാനും സൈപ്പ് മാത്രം സംസാരിക്കുന്നറിയാ, നീ വന്നാലും ഒന്നും മിണ്ടണില്ല. ഞാൻ പറഞ്ഞോളിയാ അവിടെ തന്നെ ഉണ്ടല്ലോ. എന്നെ അപ്പം പറഞ്ഞോളിയാ. അങ്ങനെ പറയുന്നുണ്ടോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മള് ഇങ്ങനെ ഉള്ളപ്പോ നമ്മുടെ കൂടെ ഉള്ളമാര് ഒരിക്കലും മൂഞ്ചി ഇരിക്കാൻ പാടില്ല, മനസ്സിലായോ? അല്ലെ എനിക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറയാനുള്ള ഒരു കാര്യം ഉണ്ടോ, നമുക്കൊക്കെ ഭാവിയിൽ പെണ്ണായാലും ഇല്ലല്ലോ അറിയാ മന്ദാരം അളി. ഇവിടെ എല്ലാവർക്കും പറയാം, ഇന്ന ആൾക്കൊന്നുമില്ല, എല്ലാവർക്കും പറയാം. ഇവിടെ ഉള്ള എല്ലാവർക്കും ഭാവിയില് ഗേൾ ഫ്രണ്ട് ഒക്കെ ആവാണ്ടിരിക്കാൻ, മനസ്സിലല്ലേ? അളിയ പെണ്ണായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ ഉള്ള പയ്യന്മാരെ ഒരിക്കലും ഒറ്റപ്പെട്ട പോലെ ഫീൽ ആക്കിക്കല്ലയാ, ഭയങ്കര വിഷമം, മനസ്സിലായ? നമ്മൾ ഒരുമിച്ചിരുന്നാലാണ് നമ്മളൊരു സന്തോഷം. നമ്മളെല്ലാരും ഡബ്ല്യു ആണ്, മനസ്സിലായില്ലേ? ഡബ്ല്യു. നീ നാളെ വരാം ഗൈസ്, നാളെ വരാം.